ബാലയുടെ റിംഗ് ടൂണിൽ പറയുന്നത് പോലെ വീണെടുത്ത് എങ്ങനെയാണ് റിംഗ് ടൂണിൽ പറയുന്നത്? ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ. അത് മൊത്തം ഒന്ന് പറഞ്ഞേ. അത്രേ ഉള്ളൂ. അല്ല പിന്നെ അതിന്റെ അത് കഴിഞ്ഞും കൂടെ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. അല്ല 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 അതൊരു ചെറിയ അല്ല അതൊന്ന് പറയണം പ്ലീസ്. അല്ല അതൊന്ന് പറയണം. അത്രേ ഉള്ളൂ. അല്ല 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 சார் அது ரஜினிகாந்த் படத்துல வரும். ஆக்சுவலி என் படத்தோடைய தமிழ் படத்துல இப்போ கங்குவா ചേട്ടനല്ലേ ഡയറക്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാനാ സൈൻ ചെയ്തിരിക്കുന്നത്. എന്റെ ടൈറ്റിൽ ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ. ഒന്ന് പറഞ്ഞേ, അത് പറഞ്ഞു കൊടുത്താൽ. ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ അത് കഴിഞ്ഞിട്ടുണ്ടെന്നേ സാർ. എല്ലാ ഇന്റർവ്യൂവിലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാനിപ്പോൾ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് എന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാം. ഹൈദരലി സാർക്ക് ഒരു പ്രത്യേക ഒരു ടാലന്റ് ഉണ്ട്. പാട്ട് പാടും. ഞാൻ കട്ട് ചെയ്യും. അതല്ല ഞാൻ പാട്ട് പാടുക. രണ്ടുപേരും ചേർന്ന് പാടാം. അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ പാട്ട് പാടിയ നിങ്ങൾ മലയാളത്തിലെ പാടും, ഞാൻ തമിഴിലെ പാടുക. നിങ്ങൾ തമിഴിലൊരു പാട്ട് പാടുക. തുമ്പിവാ മലയാളത്തിലെ പാടുക, ഞാൻ തമിഴിലെ പാടുക. ഏത് തുമ്പിവാ நீங்க மலையாளத்துல பாடுங்க. തുമ്പിവാ അതല്ല, മന്ത്രത്താൽ പാടുங்க. കുതിരകൾ മാണിക്ക കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിരക മന്ദാരം പൂവിട്ട തടനിൽ. ഇപ്പൊ തമിഴ്. കൈ என்றே செவ்வாழை இலைகளை நீ சொன்னால் நான் நம்பவோ, கால் என்றே செவ்வாழை இலைகளை நீ சொன்னால் நான் நம்பி വിടവോ. അത് എനിക്കിട്ടുള്ള പണിയാണോ സുന്ദര സതീഷ? നിങ്ങൾക്ക് നമ്മുടെ റൊമാൻസ് ചേച്ചിയെടുത്ത് വിളിച്ചു പറയും. ഒരു നല്ലൊരു പാട്ട് പാടിക്കേ. നമുക്ക് അതിന്റെ പിള്ളും ഒരു നല്ലൊരു പാട്ട്, തമിഴ് പാട്ട്. തമിഴ് പാട്ട് ബാല പാടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് പൊട്ടനാ എങ്ങനെ ആ ജയിലിൽ പോയിട്ട് എനിക്കിപ്പോഴും ആ ജയിലില് നിങ്ങൾ ധർമ്മനൊക്കെ പോയപ്പോ അവിടെ ചോദിച്ചല്ലോ, ഞാൻ എപ്പോഴും അപ്പൊ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു നിന്നെ പൊട്ടനാ. ആ ചോദ്യം ഭയങ്കര രസമായിരുന്നു അല്ലെ? ഓർക്കുന്ന ജയിലിൽ പോയ അതിലെന്താ ഉള്ളത് ഇപ്പോഴേക്ക് മനസ്സിലായില്ല. ഭയങ്കര രസമായിരുന്നു അവിടെ ഉള്ളൊരു ചോദിച്ചത്. അല്ല ഭയങ്കര രസം. അവര് ചോദിച്ചല്ലോ തിരിച്ച്, അത് ഭയങ്കര രസമാണ് ആ ചോദ്യം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ചെറിയ പിള്ളേർ ഇടയ്ക്ക് ഞാൻ പോയി കളിക്കാൻ, ഇപ്പോഴും ഒരു പെണ്ണുണ്ട് ഇവിടെ, കുഞ്ഞു കുട്ടി. എന്നെ കാണുമ്പോ തന്നെ ചിരിയാ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നെ ഭയങ്കര സ്നേഹം. ഇപ്പൊ പോയിട്ട് വരുമ്പോഴൊക്കെ എന്നെ കാണുമ്പോ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പറഞ്ഞു നീ എന്നെ കളിയാക്കറല്ല, അതൊന്നും ചിരിക്കുന്നത്. ശരി ഉങ്ക ഇത് ഗോകുലമേ നീ കുരൽ കൊടുത്താൽ ഉനക്കും വിട്ട് കണ്ണടിപ്പേൻ, கோபுரமே உனை சாய்த்து கொண்டு உன் கூந்தலில் மீன் பிடிப்பேன், வெண்ணிலவே உனை தூங்க வைக்க உந்தன் வீரலுக்கு சொடுக்கெடுப்பேன், வருட வரும் பூங்காற்றை எல்லாம் சற்று வடிகட்டி அனுப்பி வைப்பேன். என்ன படம் தெரியுமா? പാട്ട് ഭയങ്കര ഇട്ടല്ല. துளைத்து விட்டேன் எந்த இடம் அது துளைந்த இடம், அந்த இடத்தையும் மறந்து விட்டேன், உன் கால் கொலுசில் அது துளைந்ததென்று உன் காலடி தேடி வந்தேன், காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன், எந்த கழுத்து வரை இந்த காதல் வந்து இரு கண் விழி திருங்கி நின்றேன். அப்படி சிரிக்கிறான். நீ ലവ് പண்றേടാ? അല്ല ഈ പാട്ട് കേൾക്കുമ്പോഴല്ലോ നമുക്ക് ആ സീനുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലേ. എന്ത് ഹിറ്റ് അടിച്ച പാട്ടാണ് അല്ലേ? ആ സിനിമ തന്നെ എന്ത് ഹിറ്റ് അടിച്ച അല്ലേ? ഇത്തരം ഈ സന്ദർഭം ഒത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒപ്പിച്ച് പാടാൻ ബാലയ്ക്ക് ഭയങ്കര കഴിവാണ്. നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് നോക്കി പാടും ബാല. മെന്റലിസം ഞാനില്ല, വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ. ബാല ഇനി എന്താ പറയുക, അടുത്ത ഇയറിൽ കയറാൻ പറ്റില്ല എനിക്ക്. അടുത്ത കാലത്ത് ഒരു വലിയ ഓഫീസർ വന്നിരുന്നേ, ചെറിയ ഓഫീസറാ, പേര് പറയുന്നില്ല. നിങ്ങൾ ആദ്യം പ്രണയിച്ച പെണ്ണിന്റെ പേര് ഇതില്ലെന്ന് പറഞ്ഞു. ഐ സറണ്ടർ.
ഒരു ദിവസം ബാല പിന്നെ പാടാറുള്ള ഒരു പാട്ടുണ്ടായിരുന്നു എനിക്ക്. ബാല എനിക്കത് എവിടെയാണ് ഞാൻ ബാല പാടി കേട്ടതെന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നത്. തമിഴ് തന്നെയാണ്. ഉം. ബാല ഒരു പരിപാടിക്ക് വന്നിട്ട് എവിടെയോ 2-3-4 ലൈൻ പാടി ഭയങ്കരമായിട്ട് ആളുകളെ, അത് തമിഴാണ് അത്. ആ ഒരു പാട്ട് நீ தமிழ் தானே, கொஞ்சம் ஃபீல் பண்ணு. ட்ரஸ்ட்டுக்கு ஒன் டைம் ஹெல்ப் பண்றதுக்காக வந்தீங்களா? அப்போ பாடினீங்க நினைக்கிறேன் ஸ்டேஜ்ல. அப்படியா? அந்த பாட்டா தான் இருக்கும். ஏதா? அந்த பாடினது ഏതാണ്? ட்ரஸ்ட்ல പൈസா അവർക്ക് ഡൊണേഷൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ആ പാട്ട് ഏതാണ്? அது தமிழ் பாட்டு பெட்டனா வரவா இருக்கு. எனக்கு ரொம்ப பிடிச்ச பாட்டுகள் நிறைய இருக்கு. ഏത്? கிறிஸ்மஸ்ல இல்ல, லைஃபை பத்தின பாட்டுகள். ഏത്? இங்கிலீஷ் அப்படியே டிரான்ஸ்லேஷன் பண்றேன். உனக்கு ரொம்ப ரஜினி சார் பாட்டு. நீ என்ன நான் என்ன நிஜம் என்ன பொய் என்ன சந்தர்ப்பம் அரிதாரண்டி அப்படின்னு என்ன அர்த்தம்? ஹூ ஆர் யூ, ஹூ ஆம் ஐ, வாட் லை, வாட் ட்ரூத், சிச்சுவேஷன் கல்பிரிட்டடி, எல்லாமே நடக்கட்டும் எங்கேயே நடக்கட்டும், உனக்கென்ன எனக்கென்னடி, எல்லாவும் இருந்தாலும் நல்லோரை மதிப்போர்கள் உலகத்தில் கிடையாதடி, இன்பங்கள் துன்பங்கள் சமமாக வந்திட இது போல ஆனேனடி, நான் பொல்லாதவன், ஜின்கு சிக்கின் சப்போர்ட் பண்றேன், பொய் சொல்லாதவன், என் நெஞ்சத்தில் வஞ்சங்கள் இல்லாதவன், ஊர் வம்புக்கும் சண்டைக்கும் செல்லாதவன், கைகட்டி வாய் மூடி யார் முன்பும் நான் நின்று ஆதாயம் தேடாதவன், அந்த ஆகாயம் போல் வாழ்பவன், த த த த த த பிரி 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 கரெக்டா? ഓക്കെ ബാല, ഒത്തിരി സന്തോഷം. இல்ல எனக்கு சந்தோஷம் சார். മനസ്സ് இன்னைக்கு നിറഞ്ഞ് கிறிஸ்மஸ் கூட வந்து நீங்க எல்லாம் வந்து നമ്മള് ஒரு இன்டர்வியூ இல்ல, இட்ஸ் கெட் டுகெதர். മനസ്സ് നിറഞ്ഞ് നമ്മൾ ചിരിച്ചു, കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞു, കുറച്ച് ചിരിച്ചു. എല്ലാം മനസ്സിന്റെ ഉള്ളിലിടുമ്പോഴും ബാല പ്രേക്ഷകർ മുമ്പില്, എന്റെ മുമ്പിലിരുന്നു, എന്റെ പ്രേക്ഷകർ நான் മുമ്പിൽ നല്ല പാട്ട് സ്നേഹിക്കുന്നവർ പാടി. എന്നെ സ്നേഹിക്കുന്നവർ എന്നെ മനസ്സിലാക്കുന്നുള്ള ഒരു സാധാരണ ഒരു தாட், അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. வேற ஒன்றும் எக்ஸ்பெக்ட் பண்ணல உங்ககிட்ட, நான் காசு பண்ண உதவி எக்ஸ்பெக்ட் பண்ணல. என்னையும் கூட உங்க குடும்பத்துல ഒരു മനുഷ്യനെ കൺസിഡർ பண்ணிங்கன்னா കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റും. എൻ്റെ സ്നേഹം ഒരിക്കലും കുറയില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകട്ടെ. പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഒരാളുടെ വേദന, ഒരാളുടെ സങ്കടം, അതിലാണ് നമ്മൾ പങ്കുചേരേണ്ടത്. സന്തോഷത്തിൽ പങ്കുചേരുന്നതിനപ്പുറം ഒരു സങ്കടത്തിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ ഒരു മനുഷ്യനായി മാറുക. ആ മനുഷ്യത്വമാണ് ഞാൻ ഇന്നിവിടെ എത്തിയതും ഈ ക്രിസ്മസ് ദിനത്തിൽ ബാലയോടൊപ്പം കൂടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. താങ്ക് യു.